മുംബൈയിലെ ഡാൻസ് ബാറിൽ നിന്ന് 24 പെൺകുട്ടികളെ പോലീസ് രക്ഷിച്ചു. അന്ധേരി ഈസ്റ്റിലെ ദേശി ബാറിൽ നിന്നാണ് പെൺകുട്ടികളെ രക്ഷിച്ചത്. ഡാൻസ് ബാർ നടത്തിയതിന് ഉടമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകും. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. എന്തായാലും പോലീസ് ചെയ്തത് നല്ലൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഈ രക്ഷപ്പെടുത്തിയതിനു ശേഷമുള്ള ഇവരുടെ ഒരു പുനരധിവാസം അത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും ചെയ്യുക? ഇതിൽ എന്തൊക്കെ നടപടികളാണ് ഇനി ഉണ്ടാവുക? ക്രിസ്റ്റീന, സ്മിത, മുംബൈയിൽ പലയിടത്തും വ്യാപകമായ ഡാൻസ് ബാറുകൾ ഉണ്ട്. അത് നിയമവിരുദ്ധമായൊരു പ്രവൃത്തിയാണെങ്കിലും ആ നിയമവിരുദ്ധ പ്രവൃത്തി പലയിടത്തും നടക്കുന്നുണ്ട്. വലിയ സെക്യൂരിറ്റിയൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ഇത്തരം നടപടികളൊക്കെ തന്നെ ചെയ്യുന്നത്. മാത്രമല്ല, റെയ്ഡ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇവിടെയുള്ള സ്ത്രീകളെ മാറ്റാൻ അണ്ടർഗ്രൗണ്ടിൽ പ്രത്യേക അറയൊക്കെ ഇവർ തയ്യാറാക്കി വെക്കാറുമുണ്ട്. അത്തരം ദൃശ്യങ്ങളും പലപ്പോഴും റെയ്ഡിനിടെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരു റെയ്ഡാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അന്ധേരി ഈസ്റ്റിലാണ് ഈ ദേശി ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് എന്നത് മാത്രമാണെങ്കിലും അതിനുള്ളിൽ ഒരു ഡാൻസ് ബാറായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. 24 പെണ്ണുങ്ങൾ, സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ നൃത്തം ചെയ്യുകയും മദ്യപിക്കുന്ന ആളുകൾ അവർക്ക് മേലേക്ക് പൈസ എറിയുന്നതൊക്കെയാണ് ഡാൻസ് ബാറിനുള്ളിലെ സാധാരണ ഉണ്ടാവാറുള്ള കാഴ്ചകൾ. ഏതായാലും പോലീസ് ഈ സ്ത്രീകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. അവരെ തൽക്കാലം ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നീട് അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെ രക്ഷിക്കുന്ന സ്ത്രീകൾ വീണ്ടും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് പെടാറുള്ള മുൻ അനുഭവങ്ങൾ പലതുമുണ്ട്. അത് ഇവിടെ ആവർത്തിക്കാതിരിക്കട്ടെ. ഇത്തരത്തിൽ റെയ്ഡുകൾ മുംബൈയിൽ വ്യാപകമായാൽ മാത്രമേ ഇത്തരത്തിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമായ സ്ഥാപനങ്ങൾ അത് പൂട്ടാൻ കഴിയൂ. അതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടാവണം. പലപ്പോഴും പോലീസ് തന്നെ ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം അവിടെയുണ്ട്. നമ്മൾ പലപ്പോഴും മുംബൈയിൽ പലയിടത്തും കാണുന്നതാണ് ഇത്തരം ഡാൻസ് ബാറുകൾ, അത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ എൻ്റർടൈൻമെൻറ്റ് ഓക്കെയാണ്, പക്ഷേ നിയമവിരുദ്ധമായി ചില കാര്യങ്ങൾ നടക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്താ പറയുക ക്രിസ്റ്റീന, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി നീക്കാൻ പറ്റാത്ത രീതിയിൽ അവരൊരു പക്ഷേ അത് പുറത്തുവിടാതിരുന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പെൺകുട്ടികളുടെ സുരക്ഷയൊക്കെ കൃത്യമായിട്ട് ഉറപ്പാക്കണമെങ്കിൽ ആ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോകേണ്ടി വരും പലപ്പോഴും. അല്ലെങ്കിൽ അതിനൊരു രഹസ്യ സ്വഭാവം വരും. പുറത്തു പറയാൻ പറ്റാതെ പീഡനം അനുഭവിക്കുന്ന എത്രയെത്രയോ പെൺകുട്ടികളാണ് അവിടെയൊക്കെ ഉള്ളത്, അല്ലേ? അതെ, അഭിമാനം നഷ്ടപ്പെടാതെ ജീവനോപാധി കണ്ടെത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ ഈ കേസിലും അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.